അതെ ഇങ്ങോട്ടൊക്കെ അഭിപ്രായം ചോദിച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കെല്ലാം സ്ട്രിക്റ്റ് ആയിരിക്കണം. അത് പാസ്പോർട്ട് വെരിഫിക്കേഷൻ ആയാലും ശരി തന്നെ, പാചകമായാലും ശരി തന്നെ. ഇതെന്താ അങ്ങനെ? രണ്ടിലും പായുണ്ട്. അതൊക്കെ കൊള്ളാം. വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് കയ്യും ചെറിഞ്ഞതേ വണ്ടിക്കൂലി ചോദിച്ചോണ്ട് ഇങ്ങോട്ട് നിന്നേക്കരുത്. ഒന്ന് പോ സൗമ്യ സാറേ ഇവിടെ. കാര്യങ്ങൾക്കാക്കാനല്ലോ ഓക്കെ അല്ലേ? ഓക്കെ. വൈകിട്ടത്തെ പരിപാടിക്ക് കൊടുക്കാനുള്ളതാണ്. എന്ത് ചെയ്യാനെന്ന് പറ. ഫോണ് തുറക്കാൻ പറ്റണില്ല. അതൊരു സാറിന്റെ ലോക്ക് മറന്നുപോയാ? അതല്ലേ ഓർഡർ ആരോടാൻ? അതല്ലടോ, ഫുഡിന്റെ ഓർഡറേ. വേറെ ഓർഡർ വിളിച്ചിട്ട് പറയുന്നത് കല്യാണം, 16 അടിയന്തരം, ബർത്ത്ഡേ, പാല് കാച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ വിളിച്ചിട്ട് ഫുഡിന് ഓർഡർ തരികയാണ്. സത്യം പറഞ്ഞാല് നമ്മളന്ന് ഈ സ്റ്റേഷനിൽ തമാശക്ക് ഇരുന്ന് പാചകമൊക്കെ ചെയ്ത് അതെടുത്ത് ഈ ഇതിൽ ഫേസ്ബുക്കിലിട്ട് അത് ഇത്രയും വൈറലാവുമെന്നും ഇങ്ങനെ ഒരുപാട് പാചകത്തിന്റെ ഓർഡർ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. എനിക്കിപ്പോ ഒരു സംശയമുണ്ട്. നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള പേര് മാറ്റിയിട്ട് പോലീസ് ക്യാൻറ്റീൻ എന്നാക്കിയിട്ട് വരുമോ? വേറൊരു കാര്യമുണ്ട്. പോലീസ് സേനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അതെ 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 അതെ. എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പോ നമ്മുടെ ജയിൽ ചപ്പാത്തിയുടെ കാര്യത്തിലൊക്കെ തീരുമാനമാവും. നമ്മുടെ ഈ പോലീസിന്റെ ചപ്പാത്തിയും പോലീസിന്റെ ചിക്കൻ കറിയും പോകും. അതായത് സാറേ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയ സാറേ. ഉപ്പില്ല 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 ഉപ്പില്ലേ? സാറേ അതിലിത്തിരി ഉപ്പിട്. മറ്റേ ആ മോഷണ കേസിലെ പ്രതിനെ നാളെയാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്. അയ്യോ, ഞാനത് മറന്നിരിക്കുന്നത്. ഓർമ്മിച്ച നന്നായി. ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ സാറ് ആ ഓർമ്മയും കൂടെ വേണം. കാര്യം എന്താ അറിയാമോ, നാളെ കോടതിയിൽ പ്രതിയെ കൊണ്ടുപോകുന്നതിന് മുന്നായിട്ട് തന്നെ അവിടെ ഒരു ഫിനിക്സ് ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ട്. അവിടെ ഒരു 50 ഊണ് ഓർമ്മയുണ്ട്. 50 കൊടുക്കണം അവിടെ. അത് കൊടുത്തിട്ട് കോടതി പോയാൽ ഞാൻ കൊടുത്തിട്ടേ കോടതിയിലോട്ട് പോകും. അത് മതി. കല്യാണോ? എന്താണ് ഓന്ത് മനു? അതെ സാറേ, നമ്മൾ ഈ 4 വർഷം ജയിലിൽ കിടന്നിറങ്ങുമ്പോഴേ 15,000 രൂപ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഉണ്ട്. അത് കിട്ടുമല്ലോ. അതിന്റെ കൂടെ ബക്കറ്റും കപ്പും കിട്ടുമോ? ഇത് കുടുംബാസൂത്രണ കേന്ദ്രം അല്ല. ബക്കറ്റ് കപ്പ് തരാം. ഇത് പോലീസ് സ്റ്റേഷനാണ്. അതെ കേട്ടോ. അതെ, 15,000 രൂപ കിട്ടും. കിട്ടുമല്ലോ. അത് ഇവിടെ നിന്ന് കിട്ടുമോ അതോ ഞാൻ കിടന്ന ജയിലിൽ നിന്ന് കിട്ടുമോ? അത് ചിലപ്പോ ജയിലിൽ നിന്ന് കിട്ടും, ചിലപ്പോ ഇവിടെ നിന്നും കിട്ടും. അപ്പൊ 30,000 രൂപ. എടാ വായി നോക്കി അതല്ല. ചിലപ്പോ അത് ജയിലിൽ നിന്നായിരിക്കും സാങ്ഷൻ ആവുള്ളത്. ചിലപ്പോ അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാങ്ഷൻ ആവും. അങ്ങനെ എവിടെ നിന്നായാലും അത് സാങ്ഷൻ ആയി കഴിയുമ്പോ അറിയിക്കും. എന്നാ തന്നേരി. എന്ത്? ഞാനിപ്പോ വന്നല്ലോ. സാങ്ഷൻ ആവുമ്പോ നിന്നെ അറിയിക്കും. അതാ പറഞ്ഞത്. അതാണ്. അല്ല, ഒരു കാര്യം ഈ 15,000 രൂപയൊക്കെ കിട്ടുമല്ലോ സർക്കാരിൽ നിന്ന്. അത് കിട്ടി കഴിഞ്ഞാലെങ്കിൽ നന്നാവുമോ നീ? അത് വെച്ച് എന്ത് ചെയ്യാനാണ് പരിപാടി? ഞാനൊരു കട തുറക്കും. നല്ല കാര്യം. പക്ഷെ ഈ 15,000 രൂപയിലൊക്കെ നീ എന്ത് കട തുറക്കൂടെ? അയ്യോ, കട തുറക്കാൻ എനിക്ക് 15,000 രൂപ വേണ്ട. പിന്നെ നിസ്സാര 1000 രൂപ പോരെ? ഞാൻ 1000 രൂപ കൊടുത്തൊരു പിക്കാസും വാങ്ങിക്കും, ഒരു കമ്പിപ്പാരം വാങ്ങിക്കും. എന്നിട്ട് നല്ലൊരു ജൂലർ നോക്കി കുത്തി തുറക്കും. അന്തസ്സായിട്ട് ജീവിക്കും. വായി നോക്കി. എന്നാലും നീ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. അല്ല, നിനക്ക് അകത്ത് കിടന്നാലേ പിടിക്കുള്ളൂ എന്നുള്ളതന്നെ. അകത്ത് കിടക്കണം അല്ലേ? പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഞാൻ പട്ടിണി ചത്തു പോകത്തില്ലേ? അത് ഇല്ല സാറേ, പുറത്ത് പിള്ളേർക്കൊക്കെ എന്നാ കൊടുക്കുന്നത്? സ്കൂളിൽ കഞ്ഞിയും ചമ്മന്തി. നമുക്ക് ജയിൽ ഇവിടെ എന്താ അകത്ത് കയറി സാറൊന്ന് കിടക്കണം, എന്നാലേ അറിയത്തുള്ളൂ. ബിരിയാണി ഉണ്ട്, ചിക്കനുണ്ട്, പൊറോട്ടയുണ്ട്. നിന്നെ പോലുള്ളവനെയൊക്കെ വഷളാക്കിയാണ് അതുപോലുള്ള ആഹാരം തന്നു. അതെ സാറേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും ഒരു ലോഡ് സവോള എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് അരിയാൻ പറ്റൂല. വേറെ ആരെങ്കിലും വിളിച്ചരിഞ്ഞോ? എനിക്ക് സവോള അരിയുന്നത് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ വീട്ടിലാണെങ്കിൽ എന്റെ ചേട്ടനെ കൊണ്ടാ സവോള അരിക്കുന്നത്. എന്നാ പിന്നെ ചേട്ടനൊന്ന് വിളിച്ചു വരുത്തൂ. അതൊന്നും പറ്റില്ല. ആരെങ്കിലും വിട്ട് സവോള അരിയാൻ എന്നെ കൊണ്ട് പറ്റൂല. ബഹളം വെക്കണ്ട, പടി ഉണ്ടാക്കാം. നിനക്ക് ഈ സ്റ്റേഷൻ ഭയങ്കര ഇഷ്ടമാണ്, അകത്ത് കിടക്കണം ഭയങ്കര ഇഷ്ടമല്ലേ? അതെ അതെ. ഒരു കാര്യം ചെയ്യും. അവിടെ ഒരു 10 കിലോ സവാള വെച്ചിട്ടുണ്ട്. അവിടെ പോയി അന്തസ്സായിട്ടൊന്ന് അരിഞ്ഞ്. ഞാൻ അരിയത്തില്ല. പിന്നെ ഞാൻ അരിയണോടാ. എന്റെ കണ്ണീന്ന് വെള്ളം വരുമോ? അരിഞ്ഞില്ലെങ്കിൽ എന്റെ ദേഹത്തുനിന്ന് ഇപ്പൊ നീരിറങ്ങും. ഒരു പിച്ചാത്തി അങ്ങ് കൊടുക്ക്. സാറേ, കിട്ടിയോ? ആവശ്യത്തിന് കിട്ടി. കിട്ടിയോ? എനിക്കറിയാം നിങ്ങൾ പോയാൽ അത് കിട്ടുമെന്ന്. കൺഗ്രാറ്റുലേഷൻസ് സാറേ. എന്റെ വായിന്ന് സാറേ, ഞാൻ ഈ സമൻസ് കൊണ്ട് കൊടുക്കാൻ പോകുന്ന ആളാണ്, അറിയാലോ. അതെ, ഈ പോണ വഴിക്കാ ഞാൻ ഈ ഓർഡർ പിടിച്ചോണ്ട് വന്നത്. അതെ, ഓർഡർ എടുക്കാൻ നിങ്ങൾ പോയാലും ഓർഡർ കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ഓർഡർ എടുക്കാൻ വിടും. കഴിഞ്ഞ ആഴ്ച ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഓർഡർ കൊടുത്തു. തോൽവിയായിരുന്നു അറിയാം ഫുഡ്. എന്ത് പറ്റിയെന്നോ? അവര് വായി വെച്ച് നോക്കിയിട്ടില്ല, കൊള്ളത്തില്ലെന്നാ പറഞ്ഞു. എന്ത് വിട്ടിതാണ് പറയണത്? വായി വെച്ച് നോക്കാതെ കഴിച്ചു നോക്കാതെ എങ്ങനെ ഫുഡ് കൊള്ളത്തില്ല എന്ന് പറയും? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല സാറേ. നമ്മൾ അവിടെ കൊടുത്തായിരുന്നല്ലോ ഇടിയപ്പം.
ആ ഇടിയപ്പം കൊടുത്തല്ലോ. അവര് പറഞ്ഞ എന്നാന്നറിയോ, ഇത് വീശപ്പാണോ ഇടിയപ്പാണോ എന്ന് അവർക്കൊരു ഡൗട്ട്. അല്ല അതൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ അന്ന് ഈ പാചകം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 8-10 പ്രതികളെ പിടിച്ചല്ലോ, ഗുണ്ടകളെ. അവന്മാരെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടിച്ച് ഇവിടെ വീശി വാരി വെതറിയിട്ടല്ലേ നമ്മൾ ഈ ഇടിയപ്പവും വീശപ്പും ഇത് ഉണ്ടാക്കിയത്. അതാ അതിന്റെ ഒരു കൺഫ്യൂഷനിൽ അത് 2 ഘട്ട പരുവത്തിലായി പോയത്. ഒന്നും ഏതെങ്കിലും ഒന്ന് ചെയ്യണം. വേറൊന്നും കുഴപ്പമില്ലായിരുന്നു. വേറെ കുഴപ്പമില്ലെന്നോ, ചപ്പാത്തിക്ക് ഉപ്പ് കൂടി പോയിരുന്നു. കൂടും. എന്താണെന്നറിയോ സാറേ, നമ്മൾ ഈ പ്രതികളെ എടുത്ത് വീശപ്പം പോലെ വീശി അടിച്ചിട്ട് അവരെ കിടത്തി ഒലക്ക കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയില്ലേ സാറേ, എന്നിട്ട് ആ ഒലക്ക എടുത്താണ് നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് ഇങ്ങനെ ഉരുട്ടിക്കൊള്ളും. 8-10 പേരെ നമ്മൾ ഉരുട്ടിയതല്ലേ, അപ്പൊ ഇച്ചിരി ഉപ്പ് കൂടി പോകും. പക്ഷേ മുട്ടക്കറിയിൽ ഉപ്പില്ല, അത് അഡ്ജസ്റ്റ് ഉപ്പിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് പോയ കാര്യം എന്തായി? പിന്നെ ഒരു 2000 പേരുടെ ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. 2000 എന്ന് പറയുമ്പോ 2000 എന്ന് പറയുമ്പോ 2 കഴിഞ്ഞിട്ട് 3 പൂജ്യം. അയ്യോ, നമ്മള് 2 പൂജ്യം വെച്ചുള്ള പരിപാടികളെ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. വലിയ പരിപാടി. വമ്പം പരിപാടിയല്ല. അത് പോട്ടെ, ഇത് എന്താണ്, ബിരിയാണിയാണോ സദ്യയാണോ? ബിരിയാണി സദ്യ. ബിരിയാണി സദ്യ. ബിരിയാണി സദ്യ അതങ്ങനെ ഒരു കുഴപ്പമില്ല, ചെയ്യാൻ സാറേ, ഈസി ആയിട്ടുള്ള കാര്യമല്ലേ. എങ്ങനെ ചെയ്യൂടോ? സൗമ്യ സാർ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ബിരിയാണി സദ്യ എന്ന് പറയുമ്പോ ആദ്യം നമ്മള് സദ്യ വെക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ബിരിയാണി വെച്ചിട്ട് ഈ സദ്യയും ബിരിയാണിയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒന്നും അല്ല. 1000 പേർക്ക് സദ്യയും 1000 പേർക്ക് ബിരിയാണി. ഓ അങ്ങനെ. അതെന്താ, ഒരു ഹിന്ദുവിന്റെ ഒരു മുസ്ലിമിന്റെ കല്യാണമാണ്. ഓ അത് ശരി. സാറേ അപ്പൊ ഇന്റർലോക്ക് മാരേജ്. അതെ, ഇന്റർലോക്ക്. അയ്യോ സാർ എവിടെ ഇരുന്ന്? സാറിനെ കണ്ടിട്ടില്ല. സാർ ഏറ്റിട്ടില്ലായിരുന്നു. അയ്യോ, സാറങ്ങനെ ഏത് സ്റ്റേഷനൊന്നുമില്ല, എല്ലാ സ്റ്റേഷനിലും ജോലി ചെയ്യും. അപ്പൊ ലാസ്റ്റ് പൂജപ്പുര സ്റ്റേഷനിലായിരുന്നു. സാറ് പൂജപ്പുരായിരുന്നു. അല്ല, അവിടെ ഇരിക്കുമായിരുന്നില്ല, അവിടെ കിടക്കുമായിരുന്നു അകത്ത്. ഒക്കട്ടടി, പീഡനം, വാണിപ്പം, അങ്ങനെ എല്ലാത്തിലും അകത്തായി കിടക്കുക. ഓന്ത് മനു. അത് ശരി. എന്റെ വെറുതെ ഒരു സല്യൂട്ട് വേസ്റ്റ് അടി തിരിച്ചടിക്കണം. ഒരു സല്യൂട്ട് തിരിച്ചാ എന്നാന്ന് വെച്ചാ പറ. ഒന്നും പറയാനല്ല, എനിക്ക് ഒന്നിനു പോണം. ഒന്നിനും പോകണ്ട. നീ ഇവിടെ സവോള അരിയാൻ നോക്കും. സവോള അല്ലേ സാറേ കൊടുത്തേ? അപ്പൊ അതല്ലല്ലോ, എനിക്കിപ്പോ പോയില്ല, പ്രശ്നമാവും, ആകപ്പാടെ പ്രശ്നമാവും. എന്നാ പോയിട്ട് വാടാ. പോട്ടെ, എന്നാ പോയിട്ട് വാ. അതുവരെ സാറാ സവാള നോക്കണേ. അത് നോക്കാം. പിന്നെ വേറൊരു കാര്യം, ഇന്ന് വൈകുന്നേരത്തെ സംഭവം അറിയാലോ? എന്ത്? അത് ഓക്കെ. അത് ഫുഡ് അപ്പോൾ ഷൂവും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഷൂ സോക്സും അല്ലേ? അല്ല, അപ്പം അത് സെറ്റാണ്. അപ്പോ ഷൂ സ്റ്റൂ. അതാ ഉദ്ദേശിച്ചത്. എനിക്ക് സ്റ്റൂ കിട്ടൂല, എനിക്ക് ഷൂ കിട്ടുള്ളൂ. സ്റ്റൂ എന്ന് പറഞ്ഞ ചെറുപ്പം മുതലേ ഞാൻ സ്റ്റൂൾ എന്ന് പറയാമല്ലോ, ഷൂ എന്നാ പറയണേ. കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി. അതെല്ലാം സമയമാകുമ്പോ ഞങ്ങൾ റെഡിയാക്കി അതെല്ലാം ഓക്കെയാണ്. അപ്പം സ്റ്റൂ റെഡിയാ ആയിരിക്കണം. ഓ സാറ് മേടിക്കണ്ട, അത് ധൈര്യമായിട്ട് വെച്ചോ. മനോഹർ സാറേ, ആരാ? ഞാനാ ഞാന് ഭൂതവും പ്രേതമൊന്നും അല്ല, ഞാനൊരു മനുഷ്യശ്രീയാ. മനുഷ്യശ്രീ എന്തിനാണ് ഇങ്ങനെ ഈ കോലത്തിലും ഈ രൂപത്തിലും? ഇതെന്റെ സുരക്ഷിതത്വത്തിന് കെട്ടിയ വേഷം. പൊന്നു ചേച്ചി ഇങ്ങനെയൊക്കെ വേഷം കെട്ടി നടന്ന ആളുകൾ പേടിക്കൂലേ? പേടിക്കണം. ഞാൻ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് രാത്രി കാലത്തൊന്ന് പുറത്തിറങ്ങി നോക്കട്ടെ. എനിക്ക് നേരം വണ്ണം വീട്ടിൽ ചെല്ലാൻ പറ്റുമോ സാറേ? പറ്റത്തില്ല. അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ നടക്കുന്നത്. അതെ അതെ അതെ. അതെ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്കൊരു പരാതിയുണ്ട്. എന്താണ് പരാതി? ഞാൻ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നതിന് പലരും പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന്. അതിപ്പോ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ വേഷം കെട്ടി രാത്രിയൊക്കെ ഇറങ്ങിയിടുന്ന ആൾക്കാർ ഭ്രാന്തെന്ന് പറയും. സാറേ, ഈ വേഷം കെട്ടിനെ പറ്റി പറയരുത്. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ആർക്കും എന്ത് വേഷവും ധരിക്കാമെന്ന്. അപ്പൊ അവരവർക്ക് ഇഷ്ടപ്പെട്ട വേഷം അവരവർ ധരിക്കുന്നതിന് എന്താ? അതിന് കുഴപ്പമൊന്നുമില്ല. കണ്ട പേടിച്ച കണ്ട ഞാൻ ചത്തിട്ടും ഇങ്ങനെ നിൽക്കുവാണല്ലോ. അല്ല, അതെ, നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങളെ പരാതി ഞങ്ങൾ സ്വീകരിച്ചു. നിങ്ങൾ പൊക്കോ, ഇനി ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഈ വേഷത്തിൽ തന്നെ നടന്നാൽ മതി. പൊക്കോ. മാന്യമായിട്ട് നടന്നപ്പോ എന്നെ ശല്യം ചെയ്തവനായി കിടക്കുന്നു. കണ്ട ഇപ്പൊ കണ്ട, അതാണ് എല്ലാ സ്ത്രീകളും ഇങ്ങനെയുള്ള വേഷം കെട്ടി രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങണം. ശരി പോ സാറേ, പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എവിടെ? എന്ത്? ഒരു 150 ഇഡ്ഡലി, അതിനൊത്ത സാമ്പാറും വടയും. എന്തിന്റെ ഫംഗ്ഷനാ? ഒരു സഞ്ചയനം. ആരുടെ? ഇവന്റെ